സോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചാണ്. മലയാളികൾക്ക് പൊതുവെ, മലയാളികളെന്നല്ല ഏതൊരു മനുഷ്യനും സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണ്. എല്ലാ ആൾക്കാർക്കും സ്വിമ്മിംഗ് പൂളുകളുള്ള റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ നമ്മൾ തപ്പി പോകാറുണ്ട്. ആഘോഷം എന്താ പറയുക, അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പം സ്വിമ്മിംഗ് പൂളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആൻഡ് എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ വയനാട്ടിൽ ജിറാസോൾ എന്ന് പറഞ്ഞ ഒരു സർവീസ് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ മുതലാളിയാണ് അൻവർക്ക. വെൽക്കം ടു ടെക് ട്രാവലേറ്റ്. അപ്പം അൻവർക്ക, ശരിക്കും നമ്മളിപ്പോൾ തന്നെ ഉള്ളത് നമ്മുടെ ജിറാസോളിൻ്റെ പൂളിലാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൻലി സ്വിമ്മിംഗ് പൂളോട് വരുന്ന സമയത്ത് അവിടെ ഏത് പ്രോപ്പർട്ടി പോകുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, അത് ഫോളോ ചെയ്യണം. യെസ്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ സേഫ്റ്റി, ഇതിലുള്ള കുട്ടികളുടെ സേഫ്റ്റിയാണ്. കാരണം സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചില സ്വിമ്മിംഗ് പൂളിൽ എന്താ വെച്ചാൽ ഫാമിലിയുടെ കൂടെ വരുമ്പോൾ കുട്ടികൾ തന്നെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്ന സമയമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ എപ്പോഴും കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. ഒന്ന്, പിന്നെ അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേയും അതിനുശേഷം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയതിന് ശേഷവും ഒരു ഷവർ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. എല്ലാ പൂളുള്ള സ്ഥലങ്ങളിലും അതിനടുത്ത് തന്നെ ഷവർ ഏരിയ ഉണ്ടാകും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പം ഒന്ന് കുളിച്ചിട്ട് വേണം നിങ്ങൾ ശരിക്കും പൂളിലേക്ക് ഇറങ്ങാൻ. പൂളിൽ നിന്ന് തിരിച്ച് കയറിയിട്ടും ഒന്ന് കുളിക്കുക എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ പൂൾ ടൈമിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ? ശരിക്കും പൂൾ ടൈമിങ്ങിനെ സംബന്ധിച്ച് ഓരോ റിസോർട്ടുകൾക്കും അവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു പൂൾ ടൈമിംഗ് ഉണ്ടായിരിക്കും. ചിലടത്ത് രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെ, അല്ലെങ്കിൽ ചിലർ രാത്രി ഒരു 10 മണി വരെ അലോ ചെയ്യും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പൊതുവെ കേരളത്തിൽ കണ്ട് വരുന്ന ഒരു ശീലം എങ്ങനെയാണ് നോർമൽ ടൈമിംഗ് എന്ന് പറയുന്നത്? സാധാരണ എല്ലാ പ്രോപ്പർട്ടീസും മാക്സിമം 10 മുതൽ കാലത്ത് 9-10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മാക്സിമം. അതെ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്ന ഫ്ലോറിന്റെ വെറ്റ് ഫ്ലോർ ആണെങ്കിൽ മിക്ക ആൾക്കാർക്കും ഒരു സ്വിമ്മിംഗ് പൂളിൽ ജമ്പ് ചെയ്യുമ്പോൾ ഓടി വരുന്ന ഇതൊക്കെ ഉണ്ട്. നമ്മളിവിടെ പലവട്ടം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വെറ്റ് ഫ്ലോർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു ഫ്ലോർ നോക്കിയിട്ട് വേണം, എന്താ പറയുക, ജമ്പ് ചെയ്യാനൊക്കെ വരുന്ന സമയങ്ങളിൽ സ്ലിപ്പറിക്ക് വളരെയധികം ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വരുന്ന സമയത്ത് എൻജോയ് ചെയ്തോടെ പോകാൻ, അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ പൂളിൽ ഇറങ്ങാനായിട്ട് നീന്തൽ അറിയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടോർക്ക് നീന്തൽ അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. പൂളിൽ ഇറങ്ങാനായിട്ട് ശരിക്കും എനിക്ക് നീന്തൽ അറിയില്ല, എനിക്ക് പൂൾ ഉപയോഗിക്കാൻ സാധിക്കുമോ? എല്ലാവരുടെയും ഒരു ചോദ്യമായിരിക്കും. മിക്ക പൂളുകളും സാധാരണ ഒരു 4 to 5 or 6 ഫീറ്റ് മാക്സിമം 5.5 ഫീറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മുടെ കഴുത്തിനടുത്ത് വെള്ളമുള്ളൂ ഇത്. അതെ. അപ്പം ചുമ്മാ നടക്കാനായിട്ടാണെങ്കിലും നമുക്ക് പൂൾ ഉപയോഗിക്കാം. നടക്കാനും അതേപോലെ തന്നെ എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ഗെയിംസും പിന്നെ അതേപോലെ സംഭവങ്ങളൊക്കെ കളിക്കാനും പന്ത് കളിക്കാനും മറ്റൊക്കെയായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് നീന്തൽ അറിയണമെന്നൊരു നിർബന്ധമില്ല. അല്ലാതെ തന്നെ നമുക്ക് പൂൾ ഉപയോഗിക്കാം. അതിനുദാഹരണം രണ്ടാണ്. അത് നമുക്ക് ചെയ്യാം. പിന്നെ ഈ പൂളിന്റെ സമീപത്തിരുന്ന് മദ്യപിക്കുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഞങ്ങളുടെ ഇവിടെ പൂളിന്റെ അവിടെ മദ്യപിക്കാനും ഭക്ഷണം കഴിക്കാനും ഞാൻ സാധാരണ അനുവദിക്കാറില്ല. കാര്യം മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ അനുവദിച്ച് കാണാറുമില്ല. കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, മദ്യപിച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ബോധമുണ്ടാവും, കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, പിന്നെ കാണാം അവിടെ ആ പൂളിന്റെ ഡെക്കെല്ലാം എന്താ പറയുന്ന ഒരു നാശാക്കുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്താ പറയാ സ്വിമ്മിംഗ് പൂളോട് എടുത്ത് ചാടുന്നത്. അകത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ പുറത്തും കൂടെ വെള്ളം ആകാനുള്ള അതല്ല, അതിന്റെ ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് കഴിച്ച് ചില ആൾക്കാർ, ഇപ്പോൾ 4 ആൾക്കാരുണ്ട്, 4 ഡ്രിങ്ക്സ് കഴിച്ച് വെള്ളത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ ഒരു ആക്സിഡന്റ് ഉള്ള ചാൻസസ് വളരെ അധികമാണ്. അപ്പൊ അതും എപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്ന പൂളുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗോവ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പൂളിനടുത്ത് തന്നെ ബാറുണ്ട്, ബാർ കൗണ്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പൂളിൽ കിടന്നുകൊണ്ട് മദ്യപിക്കാനും അതേപോലെയുള്ള കാര്യം, മദ്യപാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ നമ്മുടെ മെജോറിറ്റി ഓഫ് പ്രേക്ഷകർക്ക് മദ്യപിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്താ പറയുക, പൂളിന്റെ സമീപത്തിരുന്ന് മദ്യപിക്കാനുള്ള ഫെസിലിറ്റീസ് കിട്ടും. പ്രത്യേകിച്ച് ഗോവയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കൾ കുറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണല്ലോ, അപ്പൊ അവിടെയും അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല മിക്ക സ്ഥലങ്ങളിലും? ഇല്ല, അവിടെ വെച്ചിട്ടുള്ള പൂളിന്റെ അവിടെ തന്നെ സ്റ്റാഫുകൾ കുറെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു എന്താ പറയുന്ന ഒരു കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാന്ന് വെക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ അതിനുള്ള ആൾക്കാർ കുറവായിരിക്കില്ലേ? അതെ. പൂളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, അതിനെക്കുറിച്ച്, അതായത് എന്തൊക്കെ ഡ്രസ്സുകൾ പൂളിൽ ഉപയോഗിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പൊ സ്വർണ്ണമാലയൊക്കെ ഇട്ടുകൊണ്ട് സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് പൂളിൽ ഇറങ്ങുന്ന ആൾക്കാർ, അവർക്കൊക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാ പ്രോപ്പർട്ടീസിലും സ്വിമ്മിംഗ് പൂളിന്റെ ഡ്രസ്സിംഗ് കോഡ് ഉണ്ട്. അപ്പോൾ അത് മിക്ക ആൾക്കാരും
ഫോളോ ചെയ്യാറില്ല. പിന്നെ അത് ഞങ്ങൾക്കത് വേണ്ടാന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിന് ഒരു ഡ്രസ് കോഡ് ആൾക്കാർ പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? കാരണം ഇപ്പൊ ഒരു ഒന്ന് വെള്ളം കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ ചില ആൾക്കാർ സാരി എടുത്ത് ചാടുന്നു, അല്ലെങ്കിൽ ഡ്രസ് എടുത്ത് ചാടുന്ന സമയത്തൊക്കെ അതിന്റെ കളറുകളും അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു വെള്ളത്തിന് കണ്ടാമിനേഷൻ വരും. കാരണം ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന വെള്ളമല്ലേ. അപ്പൊ നമ്മളത് ഡെയിലി ഫിൽട്ടർ ചെയ്യുന്നു, ഇതിനും അപ്പൊ എല്ലാം ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ മറ്റെല്ലാവരും യൂസ് ചെയ്യുന്നതിന്റെ പേരിലാണ് നമുക്കൊരു ഒരു വെള്ളത്തിന് ഒരു കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മാക്സിമം എന്താ പറയുന്ന ആ ഡ്രസ് കോഡ് യൂട്ടിലൈസ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന എല്ലാവരും പറയുന്നത്. അതെ, പൊതുവെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് കോസ്റ്റ്യൂംസ് കിട്ടും. സ്വിമ്മിംഗ് കോസ്റ്റ്യൂംസ് ഇല്ലാത്തവർ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നൈലോൺ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? നൈലോൺ വെയേഴ്സ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കോട്ടൺ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കോട്ടൺ ഡ്രസ്സുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും കൊച്ചു കുട്ടികൾക്കായിട്ട് ബേബി പൂൾ ഉണ്ടാവും. ചിൽഡ്രൻസിന് വേണ്ടിയുള്ള പൂൾ ഉണ്ടാവും. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 അടി 2 അടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ അതിനകത്ത് എൻജോയ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവിടെ ലഭ്യമാണ്. മറ്റൊരു കാര്യം, യാത്ര ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ പ്രോപ്പർട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ മാക്സിമം സ്വിമ്മിംഗ് ഡ്രസ് കരുത് വളരെ നന്നായിരിക്കും. കാരണം മിക്ക പ്രോപ്പർട്ടീസും സ്വിമ്മിംഗ് കോസ്റ്റ്യൂംസ് ഉണ്ടാവാൻ ചാൻസ് അടുത്ത ഷോപ്പ് നിയർ ബൈ ഷോപ്സ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഇനി അഥവാ തന്നെ ചില പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്വിമ്മിംഗ് കോസ്റ്റ്യൂംസ് ലഭ്യമാണെങ്കിൽ പോലും യു മൈറ്റ് ഹാവ് ടു പേ മോർ. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ചാർജസ് ഒക്കെ ആയിരിക്കും. അപ്പം അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ പൂളിലേക്ക് ഡൈവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇതെന്താണ്? മിക്ക സ്ഥലത്തും ഡൈവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മിക്ക സ്വിമ്മിംഗ് പൂളും സ്ലോപ്പ് ആയിട്ടാണ് വരുന്നത്. കാരണം മേ ബി 4 to 5 to 6 തന്നെ വരുന്നത്. അപ്പൊ ജമ്പ് ചെയ്യുന്ന സമയങ്ങളിൽ എവിടെയാണ് ജമ്പ് ചെയ്യുന്നത് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സിഡന്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഡെപ്തുള്ള സൈഡിൽ എന്നിരുന്നാൽ പോലും ജമ്പ് ചെയ്ത് മാക്സിമം ഫീറ്റ് പറഞ്ഞല്ലോ ഒരു 5 to 6 ഫീറ്റ് ഡെപ്ത് അധികമുള്ള സ്ഥലത്ത് ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും എന്താ പറയുക ആക്സിഡൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും കൺട്രോൾ മാനറിൽ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യായിരിക്കും വളരെ നന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സ്വർണ്ണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് മാക്സിമം ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിനകത്തുനിന്ന് പോകാനുള്ള ഡക്റ്റിനകത്തൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ ശരിക്കും ഇത് കാരണം ഇത് പൂള് മിക്ക സമയത്ത് ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ വെള്ളം പോകുന്ന വഴി കൂടെ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള മോതിരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടാൻ പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം അതൊക്കെ മാറ്റി വെച്ചിട്ട് പൂളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും നമ്മൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞു. വലിയ വലിയ പ്രോപ്പർട്ടീസ്, അതായത് 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രീമിയം പ്രോപ്പർട്ടീസിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ പൂളിൽ ഇറക്കുകയും ചെയ്യില്ല. ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പോൾ ജിറാസോൾ പോലെയുള്ള ചെറിയ പ്രോപ്പർട്ടീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അത് കാരണം ഒരു പോയിന്റാണ്. ഇപ്പം എന്താ പറയുക, ചില ഇപ്പം താജിലൊക്കെ പോകുമ്പോൾ ഞാൻ ബോംബെയിൽ പോയപ്പോൾ എനിക്ക് താജിൽ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അവർ പ്രോപ്പർ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ മാത്രമേ അവരവിടെ ഇറക്കുകയുള്ളൂ. അങ്ങനെ അതിനെ വേണ്ട. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റില് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഓക്കെ, കോഴിക്കോട് ഹൈലൈറ്റിലുണ്ട്. ഓക്കെ, അവിടെ പോലും സ്വിമ്മിംഗ് കോസ്റ്റ്യൂം ഇല്ലാതെ അലൗ ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ പോലത്തെ ഈ പ്രോപ്പർട്ടീസിലൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ, അത് നമുക്കൊരു ഒരു ഗസ്റ്റ് ഓൾവേസ് എന്താ പറയാ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മള് പലർക്കും അത് അറിവില്ലായ്മയുള്ള ഒരു കാര്യം കൊണ്ടാണ് ശരിക്കും. അത് ഒരു സംഭവം മെയിനായിട്ടൊരു കോസ്റ്റ്യൂം നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക. ഒരു സ്വിമ്മിംഗ് കോസ്റ്റ്യൂം കയ്യിൽ കരുതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന സാധനം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ സമീപത്തായിട്ട് ബാറും ഹോട്ടലും, അതായത് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും കേരളം വിട്ട് കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഗോവ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പൂളിന്റെ സമീപത്തായിട്ട് ലിക്കർ സെർവ് ചെയ്യും. തായ്ലൻഡിൽ പോയപ്പോഴും കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിൽ കൂടുതലായിട്ടും സെർവ് ചെയ്യും. അതിപ്പം നമ്മുടെ ഇവിടെ സെർവ് ചെയ്യാത്തത് നമ്മളുടെ തന്നെ സ്വഭാവം കൊണ്ടായിരിക്കും അല്ലേ? നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ മദ്യപിച്ച് അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാർ മദ്യപിച്ച് എന്താ പറയുക ഓവറാക്കി ചളമാക്കുന്നുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇവിടെ സെർവ് ചെയ്യാത്തത്. അത് മാത്രമല്ല ലൈസൻസിന്റെ ഇഷ്യൂസും ഉണ്ട്. ലിക്കർ സെർവ് ചെയ്യാനായിട്ട് ഇപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഹോട്ടലാണെങ്കിൽ ആ ഹോട്ടലിൽ ഇന്ന പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ ലിക്കർ സെർവ് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മദ്യപിക്കേണ്ടവർക്ക് മദ്യപിച്ചിട്ട് വന്നിട്ട് വേണമെങ്കിൽ പൊള്ളിച്ചാടാം. പക്ഷേ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് റെക്കമെൻഡഡ്. അങ്ങനെയുള്ള അതെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല കണ്ടില്ലേ, നല്ല കിഡിലിനൊരു പൂളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജിറാസോൾ വില്ലയാണ്. അപ്പോൾ നിങ്ങൾക്ക് വയനാട്ടിൽ നിങ്ങൾ യാത്ര വരുവാണ്, നല്ല അടിപൊളി ഒരു എന്താ പറയുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ്. ആകെ 11 റൂംസേ ഇവിടെ ഉള്ളൂ. അപ്പം എത്ര പേർക്ക് വരെ മാക്സിമം താമസിക്കാം ഇവിടെ? മാക്സിമം നമുക്കൊരു 40-50 പേർക്ക് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ബെഡും കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റ്സും പരിപാടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കും ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നവർക്കും ഒക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ ഇതിന്റെ വീഡിയോസ് നേരത്തെ ചെയ്താണ്. അതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും. അപ്പം എന്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്കിംഗ്
ബുക്കിങ്ങിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ വിളിച്ചാൽ മതി. അൻവറൊക്കെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തു തരും. അപ്പോൾ എന്തായാലും മറ്റൊരു തകർപ്പൻ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും സൈനിങ് ഓഫ് ഫ്രം ജിരാസോൾ. ബൈ. ഇവിടെ നോക്കാൻ പുള്ളി മേളി നോക്ക്, അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇട്ട് കൊടുത്തോളാം.